ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഇന്നലെ ഭൂചലനമുണ്ടായി. വീണ്ടും ഭൂചലനം നടന്നതായി ഞങ്ങളുടെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. 12ഓളം തുടർ ചലനങ്ങൾ ഉണ്ടായി എന്ന് വാർത്ത. ആളപായമില്ല. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ന്യൂജേഴ്സിയിലും ചില ചലനങ്ങൾ അനുഭവപ്പെട്ടു, ചില പ്രകമ്പനമുണ്ടായി എന്ന് വാർത്ത വരുന്നു. മധുവിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലവും നമ്മുടെ 24 ഓഫീസിനോ പ്രശ്നമൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. നമ്മുടെ 24 ഓഫീസിന്റെ ഒരു 10 മൈലിന് അപ്പുറമായിരുന്നു ഈ പ്രഭവ കേന്ദ്രം. ഇന്ന് രാവിലെ 10:20 കൂടിയാണ് ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും ഈ ഭൂമികുലുക്കം ഉണ്ടായത്. ജനങ്ങളൊക്കെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും പുറത്തേക്ക് സ്വയം രക്ഷയ്ക്കായി ഇറങ്ങുകയുണ്ടായി. ഫിലഡൽഫിയ മുതൽ ബോസ്റ്റൺ വരെ 300 മൈൽ ദൂരത്ത് ഈ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഈ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഒക്കെ ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആളപായം ഒന്നും തന്നെയില്ല. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പകൽ മുഴുവൻ തുടർ ചലനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഡസനിലധികം തുടർ ചലനങ്ങളിൽ അതിൽ ഏറ്റവും ഒടുവിലെയായിരുന്നു ന്യൂജേഴ്സിയിലെ ബെഡ്മിൻസ്റ്ററിൽ നടന്നത്. ഈ US ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഈ ന്യൂജേഴ്സി ന്യൂയോർക്കിലെ നിരവധി വീടുകൾക്ക് ഘടനാപരമായ കുഴപ്പങ്ങൾ കണ്ടെത്തിയതായിട്ടും ഈ വീടുകളിലുള്ളവരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തുടർ ചലനങ്ങൾ ഒരാഴ്ച വരെ നീണ്ടേക്കാമെന്നാണ് US ജിയോളജിക്കൽ സർവേയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയർ കൂടെയായ കിഷോർ ജസ്വാൾ പറയുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള ഭൂചലനം ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം പറയുന്നുണ്ട്. ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ഭൂചലനത്തെ തുടർന്ന് ഏറ്റവും വലിയ വിമാനത്താവളങ്ങളായ കെന്നഡി, അതുപോലെ ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക് എയർപോർട്ടിലെ വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കുകയുണ്ടായി. അതുപോലെ എയർപോർട്ടിന് സമീപമുള്ള പ്രദേശങ്ങളിലെ റോഡുകളിൽ വിള്ളലുകൾ കാണുവാൻ സാധിച്ചു. SK ന്യൂയോർക്ക് നഗരത്തെ ന്യൂജേഴ്സിയുമായി ബന്ധിപ്പിക്കുന്ന ലിങ്കൺ ഹോളണ്ട് തുരങ്കങ്ങൾ ഈ സുരക്ഷാ കാരണങ്ങളാൽ അല്പസമയം അടയ്ക്കുകയുണ്ടായി. പരിശോധനകൾക്ക് ശേഷം ട്രാഫിക് പുനരാരംഭിച്ചു. SK 1994 ലോസ് ആഞ്ചൽസിലായിരുന്നു അമേരിക്ക നടുക്കിയ ഏറ്റവും വലിയ ഒടുവിലത്തെ ഭൂകമ്പം. 6.7 തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂകമ്പത്തിൽ $20 ബില്യൺ നാശനഷ്ടം ഉണ്ടാവുകയും 57 പേർ അന്ന് കൊല്ലപ്പെടുകയും ചെയ്തു. SK. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ന്യൂയോർക്ക് നഗരത്തിലും അതുപോലെ അതിൻ്റെ പരിസര പ്രദേശങ്ങളായ ന്യൂജേഴ്സിയിലും ഒക്കെ തന്നെ ഭൂചലനം അനുഭവപ്പെട്ടു. പിന്നെയും ഭൂചലനം ഉണ്ടായി. അപ്പോൾ എന്തായാലും ആളപായം ഉണ്ടായിട്ടില്ല. വളരെ ആശ്വാസകരമായ വാർത്തയാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള 24 ഓഫീസിനും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മളെ സന്തോഷിപ്പിക്കുന്നു.